ഞങ്ങളുടെ ഗവി യാത്രയുടെ സമാപന ഭാഗം പരുന്തുംപാറ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി നിൽക്കുകയാണ്. അവിടെ KSRTCയുടെ നേതൃത്വത്തിലുള്ള ബഡ്ജറ്റ് ടൂറിന്റെ ബസ് എത്തി നിൽക്കുന്നതും ഞങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങൾ എത്തിച്ചേർന്ന സായാഹ്നത്തിലാണ്. അതുകൊണ്ട് തിരികെ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു KSRTC ബസ്. ഏതായാലും ഞങ്ങൾ ആ ഒരു ഭാഗം കണ്ടു തീർത്തതിന് ശേഷമാവാം മുന്നോട്ടുള്ള യാത്ര എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു. നേരം ഇരുട്ടാറായി. അതിനു മുമ്പ് വീഡിയോ ഷൂട്ടിംഗ് പൂർത്തീകരിക്കണം. മലനിരകൾ ഞങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് കാണപ്പെടുകയാണ്. താഴ്വാര കാഴ്ചകളെല്ലാം വീഡിയോയിൽ പകർത്തുന്ന തിരക്കിലാണ് ഞാനായിരുന്നത്. ഈ മലനിരകളിലൂടെയുള്ള യാത്ര എന്റെ കൂടെയുള്ള യാത്രികരെല്ലാം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ മഞ്ഞും ചെറിയ തണുപ്പും ഒക്കെയായിട്ട് ഈ ഒരു സായാഹ്നത്തിലെ അനുഭവം പറഞ്ഞറിയിക്കുവാൻ വയ്യാത്ത ഒരു വൈബാണ് എന്നുള്ള കാര്യം കൂട്ടുകാര് പങ്കുവെച്ചത് ഇപ്പോഴും ഞാൻ ഓർത്തു പോവുകയാണ്. ധാരാളം ആളുകൾ ഈ ഒരു സായാഹ്നം പങ്കിടുവാൻ വേണ്ടി ഈ ഒരു സ്ഥലത്ത് എത്തി നിൽക്കുന്നുണ്ട്. ധാരാളം വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. പ്രധാന പാർക്കിംഗ് ഗ്രൗണ്ട് ആണ് ഇത്. അതിന്റെ താഴ്വാര കാഴ്ചകളാണ് നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും പാർക്കിംഗ് ഏരിയ ഉണ്ട്. ധാരാളം ബസ്സുകളും ധാരാളം വാഹനങ്ങളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ഈ ഭാഗത്തുള്ള കാഴ്ചകൾ ഒന്ന് അയവിറക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ഭാഗത്ത് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങളുടെ വാഹനങ്ങൾ മറ്റൊരു സ്ഥലത്താണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അതും തിരികെയുള്ള യാത്ര എളുപ്പമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് യഥാർത്ഥ പാർക്കിംഗ് ഗ്രൗണ്ട് വിട്ട് മറ്റൊരു സ്ഥലത്ത് ഞങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള കാരണം. ഇളം തണുപ്പിൽ നല്ല രീതിയിൽ ഈ ഒരു യാത്ര ഞങ്ങൾ ആസ്വദിക്കുകയാണ്. ധാരാളം പാർക്കിംഗ് ഏരിയകള് ഈ റോഡിന്റെ സൈഡുകളിൽ പോലും ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ധാരാളം വാഹനങ്ങൾ ഈ ഒരു റോഡ് സൈഡുകളിൽ പോലും പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ചായ കുടിച്ചിട്ടാവാം തുടർന്നുള്ള യാത്ര എന്ന് ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ മറ്റു പലർക്കും ഒരു ആഗ്രഹം, ഈ തണുപ്പത്ത് നല്ല ഒരു ഓംപ്ലേറ്റ് കഴിക്കുവാൻ വേണ്ടി. എല്ലാവരും ഓംപ്ലേറ്റും ചായയും കുടിച്ചതിന് ശേഷമാണ് മുന്നോട്ടുള്ള യാത്രയെല്ലാം ഞങ്ങൾ നടത്തിയത്. ഈ പരുന്തുംപാറ എന്ന് പറയുന്ന സ്ഥലം ഇതാണെങ്കിൽ പോലും ഇതിന് കൃത്യമായിട്ടുള്ള പരുന്തുംപാറ എന്ന് പറയുന്ന സ്ഥലം തന്നെയുണ്ട്. ആ സ്ഥലത്തേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ദുർഘടമായ വഴികളിലൂടെ യാത്ര ചെയ്യണം. അതിനുള്ള ഒരു തയ്യാറെടുപ്പ് ഞങ്ങൾ നടത്തുകയാണ്. ഈ ചെറിയ വഴികളിലൂടെ ആ മുകളിൽ കാണുന്ന പാറയുടെ മുകളിൽ എത്തിച്ചേരുമ്പോൾ മാത്രമാണ് യഥാർത്ഥമായി പരുന്തുംപാറയിൽ ഒരു വ്യക്തി എത്തിച്ചേരുകയുള്ളൂ. പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു പരുന്തുംപാറ എന്ന് പറയുന്ന യഥാർത്ഥ സ്ഥലത്ത് എത്തിച്ചേരുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല. മുൻ പരിചയവും പല പ്രാവശ്യം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എന്റെ സഹപ്രവർത്തകരിൽ നിന്നാണ് ഈ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ നേരം വൈകിയെങ്കിൽ പോലും ഈ ഒരു യാഥാർത്ഥ്യം പൂർണ്ണമാക്കണം എന്നുള്ള ചിന്തയോടുകൂടി ഞാനും ഇവരോടൊപ്പം ചേരുകയായിരുന്നു. അവസാനം ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയും ആ ലക്ഷ്യത്തിൽ താഴ്വാര കാഴ്ചകൾ ഇമവെട്ടാതെ ഇവിറക്കുകയും ഇരുട്ടാണെങ്കിൽ പോലും പരമാവധി എന്റെ വീഡിയോയിൽ പകർത്തുവാനും ഞാൻ പരിശ്രമിക്കുകയാണ്. ഇളം കാറ്റിൽ ഈ ഒരു സ്ഥലത്ത് എത്തി നിൽക്കുകയും ഈ ഒരു സ്ഥലത്ത് സമയം ചെലവഴിക്കുകയും ചെയ്യുന്നത് വളരെ നല്ല ഒരു അനുഭവമാണ് ഓരോ വ്യക്തിക്കും പ്രദാനം ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ഈ ദുർഘടമായ ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേരുകയും ഈ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യുകയും ഈ അനുഭവം അയവിറക്കുകയും ചെയ്യുന്നത് നല്ലതാണ്.